രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ടി.വി.കെ നേതാവ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് ചടങ്ങ്. കോൺഗ്രസിന്റെ ഉൾപ്പെടെ 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് 3 മണിക്ക് ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. 5 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സാധ്യമായിരിക്കുന്നത്. 59 വർഷങ്ങൾക്ക് ശേഷമാണ് ദ്രാവിഡ കക്ഷിയല്ലാത്തൊരു പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ഈ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വിരാമമാകുന്നു. ക്ലൈമാക്സിൽ വിജയ് തന്നെയാണ് നായകൻ എന്നുള്ള കാര്യം വ്യക്തമായി. ശ്രീജിത്ത്, ശ്രുതി, ഗുഡ് മോർണിംഗ്. ഒരു സിനിമ കാണുന്നത് പോലെയായിരുന്നു കഴിഞ്ഞ 5 ദിവസം നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ കണ്ടത്. ട്വിസ്റ്റോട് ട്വിസ്റ്റും ത്രില്ലർ സിനിമ കാണുന്നത് പോലെ വളരെയധികം സസ്പെൻസ് നിറഞ്ഞ നാടകീയമായ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതിനൊടുവിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അനുമതി ജോസഫ് വിജയ്ക്ക് നൽകുന്നത്.